ചേമ്പിൻ തണ്ടിട്ട കറി കൂട്ടിയാൽ നാക്ക് ചൊറിയില്ലേ? ഇതെന്റെ വീഡിയോയിൽ വന്നൊരു കമന്റാ കേട്ടോ. അങ്ങനെയൊന്നും ചൊറിയില്ല. അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചേമ്പിൻ തടയെന്നും തണ്ടെന്നോ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ എന്റെ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് താളെന്ന് കമന്റ് ചെയ്യുന്ന കണ്ടു. അങ്ങനെ പറയുന്ന സ്ഥലങ്ങളും ഉണ്ടാവാം. എന്തായാലും ഞാൻ ഇന്ന് ഈ തണ്ട് വെച്ച് അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുക. ചേമ്പിൻ തണ്ട് നന്നായിട്ട് കഴുകി തോരന്റെ പാകത്തിലൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നാവ് ചൊറിയാതിരിക്കാനുള്ള ടിപ്പ് എന്തുവാന്ന് പറയട്ടെ. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ടിലേക്ക് കുറച്ച് ഉപ്പ് വെതറി കൊടുത്ത് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ശേഷം അതിന്റെ നീര് ഇതുപോലൊന്ന് പിഴിഞ്ഞു കളഞ്ഞാൽ നാവ് ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് തേങ്ങ തിരികിയത്, ലേശം മഞ്ഞപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകവും 2-3 പച്ചമുളകും, അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചു കൊണ്ടുവരാം. ചെറുപയറും കൂടെ ചേർത്താണ് നമ്മളിന്ന് തോരൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ജീരകവും കൂടെ അരച്ചത് കേട്ടോ. ഒരു 3/4 വേവ് വേവിച്ച് ചെറുപയറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് വറുത്തതിലേക്ക് പയറും തണ്ടരിഞ്ഞതും കൂടി ചേർത്ത് ചതച്ചു കൊണ്ടുവന്ന അരപ്പും ചേർത്ത് അങ്ങനെ തന്നെ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ശേഷം മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ വെള്ളമയം പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ചിക്കിത്തോത്തിയെടുക്കുക. പയറിൽ ഞാൻ ഉപ്പിട്ടാ വേവിച്ചത്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കാന്താരി കിട്ടുമെങ്കിൽ അരയ്ക്കാൻ അതാ കേട്ടോ ബെസ്റ്റ്. എനിക്ക് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അരച്ചത്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മുടെ തോരൻ ദാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.